ഞാൻ ബ്രില്യൻ്റ് 2019-20 ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം ഇവിടെ L1 ബാച്ച് പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. ഞാനിപ്പോൾ AFMCയിൽ 3rd ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ ഇയർ ഇപ്പം എൻ്റെ ഫൈനൽ ഇയർ തുടങ്ങാൻ പോവാണ്. അപ്പം ഞാൻ ബ്രില്യൻറ്റിൽ 1 വർഷം റിപ്പീറ്റ് ചെയ്തതാണ് 12th ശേഷം. അപ്പം ഇപ്പം നിങ്ങളുടെ മോഡൽ എക്സാംസ് നടക്കുകയെന്ന് മനസ്സിലാക്കി. അപ്പം മോഡൽ എക്സാംസിന് ഇപ്പം ഞാൻ ചെയ്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബയോളജി ഒരു സൈഡിൽ ആദ്യം ആക്കി വെക്കുക എന്നുള്ളതാണ്. ബയോളജിയാണ് നീറ്റിൻ്റെ ക്രക്സ്. അപ്പം നിങ്ങൾ എത്രത്തോളം, അതും ബയോളജി എന്ന് പറയുന്നത് തന്നെ NCERT ടെക്സ്റ്റ് ബുക്കാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ എങ്ങനെ എത്ര വട്ടം നിങ്ങൾ സ്വയം ചോദിക്കുക, NCERT ടെക്സ്റ്റ് ബുക്ക് എത്ര വട്ടം നിങ്ങൾ വായിച്ച് കഴിഞ്ഞു. ഞാനൊരു 20+ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഒരാളാണ്. അപ്പം എനിക്കത് കഴിയുമ്പോൾ സാധാരണ ഒരാൾക്ക് ബയോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ 4 ഓപ്ഷനാണ് കാണുന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഒരൊറ്റ ഓപ്ഷനെ കാണുന്നുള്ളൂ. ഞാനെന്നല്ല, NCERT ടെക്സ്റ്റ് ബുക്ക് അത്ര വട്ടം വായിച്ച ഒരാൾക്ക് ഓരോ ഓപ്ഷനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് 90 ക്വസ്റ്റ്യൻസ് ബയോളജിയുടെ 15 മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം അങ്ങനെ ബയോളജി ഒരു സൈഡിലാക്കുക. അതിനുശേഷം ഫിസിക്സ്, ഇവിടെ പഠിച്ച നോട്ട്സ്, ഇവിടെ ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഫിസിക്സിൻ്റെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്ത് നോക്കിയാൽ എത്ര സിമ്പിളാണ് ആ ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് ഫോർമുല നോക്കുക, അപ്ലൈ ചെയ്യുക. അപ്പം ഫോർമുലാസിൻ്റെ ക്ലാരിറ്റി, R² എന്നുള്ളിടത്ത് R³ എന്ന് ഒരിക്കലും ആലോചിക്കരുത്. അത്ര ക്ലാരിറ്റി ഉണ്ടാകണം ഫോർമുലാസിന്. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ അങ്ങനെ ഫോർമുലാസിൽ ക്ലാരിറ്റി കൊണ്ടുവരിക, തിയറിയിൽ ക്ലാരിറ്റി കൊണ്ടുവരിക. ഒത്തിരി കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് കാണുവാണെങ്കിൽ ഓക്കെ, ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക, അതിനെപ്പറ്റി ടെൻഷൻ അടിക്കാതിരിക്കുക. ഫിസിക്സ് അതുപോലെ. കെമിസ്ട്രി എന്ന് പറയുന്നത് ബയോളജി ഫിസിക്സിൻ്റെ ഒരു മിക്സാണ്. ഓർത്ത് വെക്കാനുമുണ്ട്, സോൾവ് ചെയ്യാനുമുണ്ട്. അപ്പം അതുപോലെ ഇനോർഗാനിക് കെമിസ്ട്രി ഞാൻ ബയോളജി പറഞ്ഞ പോലെ തന്നെ പിന്നെയും വായിക്കുക. ഇപ്പോൾ ഉള്ള സമയം നിങ്ങൾ വിചാരിക്കുകയോ ഞാൻ ബയോളജി ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് നിർത്തിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കട്ടെ. ഒരിക്കലുമല്ല. ബേസിക്സ് ക്ലിയർ ആകുക. ഓർത്ത് വെക്കാനുള്ള സാധനം മെമ്മറൈസ് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. കെമിസ്ട്രി ഓർത്ത് വെക്കാനുള്ള സാധനം പഠിക്കുക. ബാക്കി ന്യൂമറിക്കൽസ്, ഫോർമുലയിൽ ക്ലാരിറ്റി. ഫോർമുല ഞാൻ വേറൊന്നുമല്ല പറയുന്നത്, 50 ഫോർമുല പഠിച്ചുകൊണ്ട് ആരും ഒരിടത്ത് എത്തിയിട്ടില്ല. 15 ഫോർമുല ഏത് രാത്രി ചോദിച്ചാലും വള്ളി പുള്ളി വിടാതെ പറയാൻ പറ്റണം. അത്ര ക്ലാരിറ്റി ഉണ്ടാവണം. എനിക്ക് ഫിസിക്സ് തെറ്റിയ ചോദ്യങ്ങളെല്ലാം R² എഴുതേണ്ടടുത്ത് R³ എഴുതിയുള്ള പ്രശ്നങ്ങളെ എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ R³ എഴുതുന്നതിൻ്റെ ആൻസറും ഓപ്ഷനിൽ കാണും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആ ക്ലാരിറ്റിയാണ് നിങ്ങളുടെ കോൺസെപ്റ്റ്സിൻ്റെ ക്ലാരിറ്റിയാണ് നീറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാരിറ്റി ഈ മോഡൽ എക്സാംസ് വരുത്തുക. എങ്ങനെ വരുത്തും? ഒരു ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് വന്നു, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫോർമുല അപ്ലൈ ചെയ്തു, തെറ്റിപ്പോയി. നിങ്ങൾ നോക്കി എങ്ങനെ തെറ്റി? ഓ ദൈവമേ, ഞാൻ R² എഴുതേണ്ടത് R³ എഴുതി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക കോൺസെപ്റ്റ്സ്. ഒരു മോഡൽ എക്സാം കഴിഞ്ഞു, നിങ്ങൾക്കൊരു മാർക്ക് കിട്ടി, നോക്കുക പോയ മാർക്ക് എവിടെയാണ് പോയത്. 720-ൽ 520 കിട്ടി, ബാക്കി 200 മാർക്ക് എൻ്റെ എവിടെ പോയി? ഇതിൽ ഏതൊക്കെയാണ് സില്ലി മിസ്റ്റേക്സ്, ഇതിലേതൊക്കെയാണ് എനിക്ക് ടെൻഷൻ കാരണം പോയത്, ഇതിൽ എത്ര മാർക്കാണ് കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയാതെ പോയത്? നിങ്ങൾ ഞെട്ടിപ്പോവും നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ. കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാതെ പോയത് ഒരു 20-ഓ 15-ഓ മാർക്കോ ഇല്ലായിരിക്കും. ബാക്കി മൊത്തം ഫോർമുലയിൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ തെറ്റായ ഓപ്ഷൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സില്ലി മിസ്റ്റേക്സ് കൊണ്ടായിരിക്കും പോയിരിക്കുന്നത്. അപ്പം അത് മാറ്റാനുള്ള സമയമാണ് മോഡൽ എക്സാംസ്. നിങ്ങൾ എത്ര അധികം മോഡൽ എക്സാംസ് എഴുതുന്നോ, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നോ, അപ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ്സിൽ ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാം കഴിയുമ്പോൾ എടുത്ത് നോക്കുക ഏതൊക്കെയാണ് തെറ്റിയത്, ഏതാണ് എനിക്ക് തെറ്റിയെന്നുള്ളത് പ്രത്യേക ഒരു ബുക്കിൽ എഴുതി വെക്കുക, ഏതൊക്കെയാണ് എനിക്ക് തെറ്റി. അതൊരിക്കലും തെറ്റത്തില്ല. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് AFMCയിൽ, അവൾക്ക് മോഡൽ എക്സാമിന് വന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നീറ്റിന് വന്നത്. അപ്പം ഇവിടെ തെറ്റിച്ചു, പക്ഷേ അവൾ അവിടെ തെറ്റിച്ചില്ല. ആ ഒരു മാർക്കിനൊക്കെ ഭയങ്കരമായിട്ട് റാങ്ക് വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്നും ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും നിങ്ങൾ 1% ഇന്നലത്തെ കാട്ടി ഇമ്പ്രൂവ് ആയി നീറ്റ് വരുമ്പോൾ നിങ്ങൾ പോയി നീറ്റ് എഴുതുക. ആർക്കും പെർഫെക്റ്റായിട്ട് എല്ലാം പഠിച്ചെടുത്തിട്ട് പോകാൻ പറ്റില്ല. മാക്സിമം എഫേർട്ട് എത്ര ഇടുക. നിങ്ങൾ അയ്യോ എനിക്ക് തീർക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് കളഞ്ഞ ആ 1 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ഫോർമുല പഠിക്കാമായിരുന്നു. അപ്പം നിങ്ങൾ ടെൻഷൻ അടിച്ച് കളയുന്ന ഓരോ സമയം നിങ്ങൾക്ക് ഈസി കോൺസെപ്റ്റ്സ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതെല്ലാം കളയുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും അവനവനെ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നീറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കും, കോൺഫിഡൻസ് നിങ്ങളുണ്ടായിരിക്കും, നിങ്ങൾ നന്നായിട്ട് നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.